Come on, Bhavana. Come on. ഈ നാടിന്റെ സൗന്ദര്യം ഇവിടെയുള്ളവർ കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. ദേ, ആ കുന്നിന്റെ അപ്പുറത്താ എന്റെ വീട്. അവിടെയാണോ? ആ പരിസരത്തൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഭാവനയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ മാത്രം. അമ്മ? അമ്മ മരിച്ചിട്ട് വർഷം 15 കഴിഞ്ഞു. വേറെ സ്വന്തക്കാരുമില്ലേ? ഇഷ്ടം പോലെ. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഞാൻ വരച്ച ചിത്രങ്ങളല്ലാതെ വേറെ ആരുമില്ല. അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചു. ആ തീരാ ദുഃഖം അനുഭവിക്കാൻ ഞാൻ ഒരേ ഒരാൾ മാത്രം. ഇത്രയും നാളായിട്ടും ഭാവനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിന് ഞാനിവിടെ ഇല്ലായിരുന്നു. 5 വയസ്സ് മുതൽ കണ്ണൂരിലെ ചിറ്റമ്മയുടെ വീട്ടിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. കോളേജ് അടയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരും. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് കണ്ണൂരിലേക്ക് പോകുമോ? ഇനി ഞാൻ പോകുന്നില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. ബോണസ് വർദ്ധിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. രംഗൻ നീതി പാലിക്കുക. ബോണസ് വർദ്ധിപ്പിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. രംഗൻ നീതി പാലിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ബോണസ് വർദ്ധിപ്പിക്കുക. തോട്ടം തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. രംഗന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. എന്തോന്നാ സാറേ യോമാര് വിളിച്ചു പോകുന്നത്? ബോണസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോൺസ് വരുമെന്ന്. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞേക്ക്. കൊല്ലുന്നത് എളുപ്പമാ രംഗമോനെ. ഒരു തുള്ളി രക്തത്തിൽ നിന്ന് 1000 പേർ ജനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സ്വഭാവം. സാറിനോട് ഈ മണ്ടത്തരമൊക്കെ ആര് പറഞ്ഞു? നാടിനീളെ കണ്ടുവരുന്നൊരു സത്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാറ് പേടിക്കാതിരിക്കെ. ഇവന്മാര് കുറെ പട്ടിണി കിടക്കുമ്പോ തനിയെ വാലും ചുരുട്ടി പണിക്ക് വന്നോളും. വന്നില്ലെങ്കിൽ ഞാൻ ഫാക്ടറി പൂട്ടിയിടും. എലിയെ തോപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുടരുത് മോനെ. അവർക്ക് ബോണസ് കൊടുക്കാൻ 10,000 രൂപയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ലാഭിക്കാൻ നോക്കിയാൽ ഓരോ മാസം നഷ്ടമാകുന്നത് 1 ലക്ഷം രൂപയാണ്. എത്ര രൂപ നഷ്ടം വന്നാലും തോൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇത്രയ്ക്ക് സുന്ദരനാണോ? അല്പം കൂടി ടച്ച് ചെയ്യാനുണ്ട്.
ദേ അത് മാത്രം വേണ്ട. ബ്രോക്കർ ഫീസ് തരാനാണെങ്കിൽ പണമായിട്ട് തന്നാ മതി. ഓക്കെ, എഗ്രീഡ്. കല്യാണത്തിന് മുമ്പ് തന്നേക്കാം. 1 മാസത്തിനകം പ്രതീക്ഷിക്കാമോ? അതൊക്കെ ബ്രോക്കറുടെ മിടുക്കുപോലിരിക്കും. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഇനിയും ചുറ്റി കറങ്ങണം. ചുമ്മാ ഇരി രാജമ്മേ, ഞങ്ങൾ ഇതിലേ പോട്ടെ. ഓക്കെ, കാര്യം. കല്യാണത്തിന് മുൻപുള്ള റൊമാൻസ് എനിക്കിഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡുമായി റൊമാൻസ്. ഇതാണ് എന്റെ പോളിസി. ഇത് പറഞ്ഞത് ഞാനല്ലേ. തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഭാവനെ? ഞാൻ അന്ന് പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. കൊള്ളാം. ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാനുള്ള എല്ലാ യോഗ്യം നിനക്കുണ്ട്. ഒന്ന് നിന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞു കഥവിന് മുട്ടാതെ അകത്തേക്ക് വരരുതെന്ന്. മുട്ടണമെന്ന് ഓർത്തതാ, പക്ഷെ ഇതേന്ന് പിടാൻ പറ്റൂലാളി. പിന്നെ മ്യൂസിക്കിൽ നിന്നല്ലോ. 12 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മണി 2 ആയല്ലോടാ. അയ്യോ, കോഴികൾ കൂടെ പറിച്ചു തരാൻ നിന്ന് തരണ്ടേ? അതുങ്ങൾ പറിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇക്കിളി കൊണ്ടങ്ങ് ഓടുവാ. അതവിടെ വെച്ചിട്ട് പൊക്കോ. വേറെ വല്ലതും വേണോ? ഹാംലെറ്റ്, ബുൾസൈ വിളിച്ചിട്ട് വന്നാ മതി. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വരാണ്. നിൽക്കൂ. എന്താണെന്ന് പറഞ്ഞ വിൽക്കാൻ വേണ്ടി വരച്ചതല്ല. വെറുതെ ഞാനൊന്നും സ്വീകരിക്കാറില്ല. 10,000 രൂപ. 1 രൂപ. ഞാൻ പാസ്സായച്ചാ. അയ്യോ എടോ പാസാ പറ്റിച്ചെടുത്തോടി മോളെ. ശങ്കുപിള്ളയുടെ മോളെ ചിക്കൻ പോലെ തടിച്ചു. മതി മതി, കണ്ടു വെക്കണ്ട. അയ്യോ മോളെ വീട്ടിലോട്ട് വെക്കോ. ഒക്കെ മോളെ. പപ്പ, ഇതാരാടാ? ശങ്കുപിള്ളയുടെ മോളാ. എന്താ പേര്? രാജമ്മ. അവള് 6th പാസ്സായി. എന്താ അടുത്ത പരിപാടി? എവിടെങ്കിലും ഒരു ജോലിക്ക് വിടണം. ആ ബൽറാമിന്റെ കമ്പനിയിൽ ഏതോ ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. പപ്പ. ഓക്കേ. കറികളൊന്നും ശരിയായിട്ടില്ല. ഇവിടുന്ന് തന്നെ ഊണ് കഴിക്കണോ? ഇവിടുന്ന് തന്നെ കഴിക്കണം. വേണ്ട അച്ഛാ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. മുതലാളി വല്ലതും വിചാരിക്കുന്നു. കറിയിലും കഴിക്കാം. മോളിങ് വാ. എവരെ അസൂയ. ഇന്നാളത്തെ പോലെ അവിടെ നിന്ന് ഛർദ്ദിച്ച് വൃത്തിയേടാക്കരുത്. വേണ്ട പോലാളി, കരളിന് തീരെ സുഖമില്ല. പകുതി ആ ശങ്കുവിനും കൊടുത്തേക്ക്. കരളിന് പറ്റോ? ആയിരത്തിൽ ഒരുത്തി അമ്മ നീ ഉലകമറിന്തിടാതെ പറബയമ്മ നീ. ആയിരത്തിൽ ഒരുത്തി അമ്മ നീ. ആ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞ് കിട്ടും. ബൽറാം ഫോണിലുണ്ട്. ആ പെർട്ടിക്കുലേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഈ ശ്രവണശക്തി ഇല്ലെങ്കിൽ എങ്ങനെയാ ജോലിക്ക് പോകുന്നത്?